हरि ओं सर्वं श्रीकृष्णार्पणमस्तु। सौन्दर्यलहरीकर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय यतिराजाय ते नमः। हरिश्रीगणपतये नमः। अभिघ्नमस्तु। श्रीमहादेवाय नमः। श्रीमहादेव्यै नमः। श्रीगुरुवायूरप्पा शरणं। ശ്ലോകം 25. ത്രയാണാം ദേവാനാം ത്രിഗുണജനിതാനാം തവ ശിവേ ഭവേത് പൂജാ പൂജാ തവ ചരണയോര്യാ വിരചിതാ തഥാ ഹി त्वत्पादोद्वहनमणिपीठस्य निकटे स्थिता ह्येते शश्वतमुकुलितकरोत्तंसमकुटाः. അല്ലയോ പരമശിവമഹിഷി, നിന്തിരുവടിയുടെ പാതാരവിന്ദങ്ങളിൽ യാതൊരു പൂജ ചെയ്യപ്പെടുന്നുവോ ആ പൂജ നിന്തിരുവടിയുടെ ത്രിഗുണങ്ങളിൽ, അതായത് സത്വരജസ്തമോ ഗുണങ്ങളിൽ നിന്നുദ്ഭവിച്ച ബ്രഹ്മവിഷ്ണു രുദ്രന്മാർക്കും പൂജയായി ഭവിക്കുന്നു. അവർക്ക് പ്രത്യേകമായി മറ്റു പൂജകൾ ചെയ്യേണ്ടതായി വരുന്നില്ല. അത് എന്തുകൊണ്ടെന്നാൽ അവർ സദാകാലവും മൂർധാവിൽ അഞ്ജലീബദ്ധം ചെയ്തുകൊണ്ട് കിരീടധാരികളായി നിന്തിരുവടിയുടെ പാതാരവിന്ദങ്ങൾ വഹിക്കുന്ന രത്നപീഠത്തിൻ്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ നിന്തിരുവടിയുടെ തൃപാദ പത്മങ്ങളിൽ അർച്ചിക്കപ്പെടുന്ന എല്ലാ പുഷ്പങ്ങളും, സമർപ്പിതമാവുന്ന എല്ലാ പൂജകളും ബ്രഹ്മവിഷ്ണു രുദ്രാദികൾക്കുമുള്ള പൂജയായി ഭവിക്കുന്നു. കാരണം ഈ അർച്ചനാദികളൊക്കെയും അവരുടെ ശിരസിലും പതിക്കുന്നുവെന്ന് താൽപ്പര്യം. ത്രയാണാം ദേവാനാം ത്രിഗുണജനിതാനാം തവ ശിവേ ഭവേത് പൂജാ പൂജാ തവ ചരണയോര്യാ വിരചിതാ തഥാ ഹി ത്വത്പാദോദ്വഹനമണിപീഠസ്യ നികടേ സ്ഥിതാ ഹ്യേതേ ശശ്വതമുകുളിതകരോത്തംസമകുടാഃ. ശ്ലോകം 26. വിരിഞ്ജിഃ പഞ്ചത്വം വ്രജതി ഹരിരാപ്നോതി വിരതിം വിനാശം കീനാശോ ഭജതി ധനദോ യാതി നിധനം വിതന്ത്രീ മാഹേന്ദ്രീ വിതതിരഭി സമ്മീലിതദൃശാ മഹാസംഹാരേസ്മിൻ വിഹരതി സതി ത്വത്പതിരസൗ. അമ്മയുടെ ജഗന്മാതാവായ മഹാത്രിപുരസുന്ദരിയുടെ പാതിവൃത്യ മഹിമയെക്കുറിച്ചാണ് പറയുന്നത്. ബ്രഹ്മാണ്ഡപ്രളയം സംഭവിക്കുമ്പോൾ സകല ദേവാദികളും സകല ചരാചരങ്ങളും ഇല്ലാതെയാകുന്നു. ബ്രഹ്മാവും വിഷ്ണുവും അന്തകനും കുബേരനും 14 മനുക്കളും സമസ്തവും മഹാപ്രളയത്തിൽ ഇല്ലാതെയാകുന്നു. ഒന്നുമേ അവശേഷിക്കുന്നില്ല. പക്ഷേ ആ ബ്രഹ്മാണ്ഡ പ്രളയത്തിലും അല്ലയോ പതിവ്രതയായ മഹേശ്വരി, ജനനി, ലോകനാഥേ, അവിടുത്തെ പതിയായ പരമശിവൻ മാത്രം നിന്തിരുവടിയോടൊത്ത് വിഹരിക്കുന്നു. അത് അവിടുത്തെ പാതിവ്രത്യ മഹിമയാണെന്ന് പറയുന്നു. വിരിഞ്ജിഃ പഞ്ചത്വം വ്രജതി ഹരിരാപ്നോതി വിരതിം വിനാശം കീനാശോ ഭജതി ധനദോ യാതി നിധനം വിതന്ത്രീ മാഹേന്ദ്രീ വിതതിരഭി സമ്മീലിതദൃശാ മഹാസംഹാരേസ്മിൻ വിഹരതി സതി ത്വത്പതിരസൗ. ശ്ലോകം 27. ജപോ ജൽപശില്പം സകലമഭിമുദ്രാവിരചനാ ഗതിഃ പ്രാദക്ഷിണ്യക്രമണമശനാദ്യാഹുതിവിധിഃ പ്രണാമഃ സംവേശഃ സുഖമഖിലമാത്മാർപ്പണദൃശാ
സപര്യാപര്യായഃ തവ ഭവതു യന്മേ വിലസിതം. ഈ ശ്ലോകം ഏവർക്കും അമ്മയോടുള്ള പ്രാർത്ഥനയായി പഠിച്ചു ചൊല്ലാവുന്നതാണ്. നിത്യവും നാം ചെയ്യുന്ന ഓരോ കർമ്മവും വാക്കാലും പ്രവൃത്തിയാലും ചെയ്യുന്നത് എല്ലാം അമ്മയ്ക്ക് പൂജയായി ഭവിക്കണമേ എന്നാണ് പറയുന്നത്. അല്ലയോ ശിവശക്തി രൂപിണി, ആത്മാർപ്പണ ബുദ്ധിയോടുകൂടി ഞാൻ ചെയ്യുന്ന പറയുന്ന എല്ലാ വാക്കുകളെയും യദൃച്ഛാസലാപങ്ങളെല്ലാം നിന്തിരുവടിക്കുള്ള മഹാമന്ത്രജപമായി ഭവിക്കണേ. എൻ്റെ കൈകൾ കൊണ്ട് ചെയ്യുന്ന എല്ലാ ക്രിയകളും സംക്ഷോഭണാദി മുദ്രാകരണമായി മാറണേ. എൻ്റെ പാദചലനം, എൻ്റെ സഞ്ചാരം നിന്തിരുവടിക്കുള്ള പ്രദക്ഷിണമായി മാറണേ. ഞാൻ ചെയ്യുന്ന അന്നപാനാദിക്രിയകൾ നിന്തിരുവടിയുടെ ഹോമാനുഷ്ഠാനമായി തീർക്കണേ. ഞാൻ കിടക്കുന്നത് നിന്തിരുവടിക്കുള്ള നമസ്കാരമായി മാറണേ. ഇങ്ങനെ സകലവും, എൻ്റെ സകല ചിന്തകളും വാക്കുകളും പ്രവൃത്തിയും സദാ അവിടുത്തേക്കുള്ള പൂജയായി ഭവിക്കണമേ. ഇങ്ങനെ ലോകമാതാവേ, അഖില നായികയായ സർവേശ്വരി, അവിടുത്തെ കാരുണ്യത്താൽ എൻ്റെ സകല കർമ്മങ്ങളും സുഖവും വിലാസവും നിന്തിരുവടിക്ക് പൂജയായി ഭവിക്കട്ടെ എന്നു പറയുന്നു. സ്പർശം കൊണ്ടും ഗന്ധം കൊണ്ടും രൂപം കൊണ്ടും രസം കൊണ്ടും അനുഭവിക്കുന്ന സകല സുഖകരമായ കാര്യങ്ങളും കണ്ണടയ്ക്കുക, തുറക്കുക തുടങ്ങിയവയും നിന്തിരുവടിക്ക് പൂജയായി ഭവിക്കട്ടെ എന്നു താൽപ്പര്യം. സമസ്തവും സകല ക്രിയകളും ആ അമ്മയ്ക്ക് പൂജയായി സമർപ്പിച്ച് കൊണ്ടുള്ളതാകട്ടെ ഓരോ ദിനങ്ങളും, ഓരോ നിമിഷവും, ഓരോ ശ്വാസവും. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ജപോജൽപശില്പം സകലമപി മുദ്രാവിരചനാ ഗതിഃ പ്രാദക്ഷിണ്യക്രമണമശനാദ്യാഹുതിവിധിഃ പ്രണാമഃ സംവേശഃ സുഖമഖിലമാത്മാർപ്പണദൃശാ സപര്യാപര്യായഃ തവ ഭവതു യന്മേ വിലസിതം. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ.